നമസ്കാരം ഡോക്ടറെ. ഡോക്ടർ ചോദിച്ച ഡൗട്ടുകൾ നമ്മൾ ഈ സ്കെച്ച് നോക്കാതെ അതിനകത്ത് പറയാൻ മെറ്റൽ ആയതുകൊണ്ട് തന്നെ നമ്മളത് ഡ്രോയിങ് കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് അതിന് റിപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മുടെ മെയിൻ കിച്ചണിനകത്ത് ഈ ഭാഗത്ത് നോർത്ത് വോൾ ഇവിടെയാണ് ഒരു ടോൾ യൂണിറ്റ് കാണിച്ചിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ആ ഒരു ഡാർക്ക് ഗ്രീനി വന്നിരിക്കുന്നതും ഈ സൈഡിലാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ പ്ലാനിനകത്ത് നമ്മൾ ഓൾറെഡി അയച്ചു തന്ന പ്ലാനിനകത്ത് ഇതിങ്ങനെ നമ്മൾ ഓരോ ഇതും സേവ് ചെയ്യുന്നത് നമുക്ക് ഹിസ്റ്ററി ആയിട്ട് കിടക്കും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്ത് നോക്കാം. നമ്മൾ അന്ന് അയച്ചു തന്ന പ്ലാനിനകത്ത് ഈ സൈഡിൽ ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ ടോൾ യൂണിറ്റ് ഈ സൈഡിലാണ് വരുന്നത്. ടോൾ യൂണിറ്റ് നമ്മുടെ ഡിസൈൻ പ്രകാരം ഇവിടെ ടോൾ യൂണിറ്റ് വന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതാണ് ഡോക്ടർ ചോദിച്ചത്. അതിന് നമുക്ക് ഫസ്റ്റ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഇത് വയേർഡ് വേർഷൻ ആക്കണം. ഇവിടെ ഓൾറെഡി ഒരു ഇൻലെറ്റിൻ്റെ പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഇത് ഇൻലെറ്റിൻ്റെ പോയിന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോയിന്റാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്. ഇവിടെ ഒരു ടോൾ യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പം ലേറ്റസ്റ്റ് പടത്തിനകത്ത് തന്നിരിക്കുന്നത് ഒരു 60 സെൻറ്റിമീറ്റർ എങ്കിലും വീതിയുള്ള പാൻട്രി യൂണിറ്റ് ആണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 450 mm എങ്കിലും വീതി വരുന്ന പാൻട്രി യൂണിറ്റ് ആണ്. ഈ പാൻട്രി യൂണിറ്റ് നമ്മൾ മെഷർമെൻറ്റ് വൈസ് ഒരു 450യുടെ ഒരു പാൻട്രി യൂണിറ്റ് ഇവിടെ വരുമ്പം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മെഷർമെൻറ്റ്, സിങ്കിൻ്റെ മെഷർമെൻറ്റ് കുറയുന്നു. ഇങ്ങനെയാണ് ആ ഡിസൈനകത്ത് നമുക്ക് വരുന്നത്. ഈ പടത്തിനകത്ത് കാണിച്ചിരിക്കുന്ന രീതിയിൽ നമ്മുടെ സിങ്ക് കുറച്ചും കൂടെ ഇങ്ങോട്ട് മാറും. ഇപ്പം ഇതിനകത്ത് സോഫ്റ്റ്വെയറിനകത്ത് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ ആ ലിമിറ്റേഷൻസിനകത്ത് നിന്നുകൊണ്ട് ഈ മെഷർമെൻറ്റാണ് കറക്റ്റായിട്ട്, അതായത് ബൗൾ വിത്ത് ഡ്രെയിൻ ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പം ഈ ബൗൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് വരും. ഞങ്ങളുടെ ഓരോ യൂണിറ്റും ഓരോ സെപ്പറേറ്റ് മോഡ്യൂൾസാണ്. ഈ മോഡ്യൂൾസ് എല്ലാം ഇതിന് ചുറ്റും ഇതുപോലെ തന്നെ സ്റ്റിഫ്നെസ് ഉണ്ട്. ഷീറ്റ് തന്നെ സ്റ്റിഫ്നർ ആക്കി മാറ്റിയിരിക്കുക. അതായത് ഷീറ്റ് തന്നെ ഫോമിങ്ങിലൂടെ സ്ക്വയർ പൈപ്പ് പോലെ ആയിരിക്കും. അല്ലാതെ സ്ക്വയർ പൈപ്പ് വെച്ച് ഷീറ്റ് വെച്ച് വെൽഡ് ചെയ്തല്ല, ഒരു ഷീറ്റ് തന്നെ ബെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ആ ഫോമിങ്ങിലൂടെ ആ സ്ട്രക്ചറിൽ വരുന്നതാണ്. അപ്പം ഇവിടെ ഈ ഡബിൾ ഡോർ കോർണർ യൂണിറ്റ് പകരം നോർമൽ കോർണർ യൂണിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിങ്കിൻ്റെ യൂണിറ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇവിടെ കഴുകുന്ന എല്ലാ ഇതും ഇവിടുത്തെ പാൻട്രി യൂണിറ്റിൻ്റെ ബോഡിയിലോട്ടായിരിക്കും വീഴുന്നത്. പിന്നെ ഒരു കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഹോബിന് മുമ്പിനെക്കാട്ടിലും കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സിങ്കാണ്.
അപ്പോൾ സിങ്കിൻ്റെ ഏരിയ എത്രത്തോളം ഒരു ഫ്രീ ആക്സസ് ഉണ്ടോ അത്രത്തോളം ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യത്തില്ല, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അപ്പം പാൻട്രി യൂണിറ്റ് ഇവിടെ വെക്കുന്നത് കൊണ്ട് ഈ മുറിക്കകത്തിരുന്ന് കയറി വരുമ്പം ഇതിൻ്റെ ഒരു വ്യൂവും വേണ്ട, ഈ മുറിക്കകത്തിരുന്ന് കയറി വരുമ്പം ഉള്ള ആ ഒരു വെട്ടക്കുറവ് ഇതെല്ലാം ഇതിനെ ബാധിക്കും. അപ്പുറത്തെ മുറിയിലോട്ട് ഒരു ഇവിടെ നിന്നുകൊണ്ട് ഈ പറഞ്ഞ ഒരു കാര്യം പെട്ടെന്ന് വീക്ഷിക്കാനോ ഇതിനോ പറ്റത്തില്ല. പിന്നെ പാൻട്രി യൂണിറ്റ് അവിടെ വരുമ്പം ഈ കഴുകുന്ന സ്ഥലത്ത് കുറച്ച് ഈ കഞ്ചഷൻ ഈ പറഞ്ഞ പോലെ കാണിക്കും. അങ്ങനത്തെ പാൻട്രി യൂണിറ്റ് വല്ലതും ഉണ്ടെങ്കിൽ ഈ സൈഡിലോട്ട് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, ഇത് സ്റ്റോർ റൂമിലോട്ടുള്ള എൻട്രി, ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് എന്തോരം വീതി വേണം എന്നുള്ളത് നോക്കിക്കോണം. കാരണം ഇത് നമ്മളിപ്പം 120 സെൻറ്റിമീറ്റർ, അതായത് 4 അടിയാണ്. ഇവിടെ മൊത്തം ശരിക്കും 194 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം, 194 സെൻറ്റിമീറ്റർ. അപ്പം 194 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പം 194 ഡിവൈഡ് ബൈ 30 ഏതാണ്ട് ഒരു 6.5 അടിയുണ്ട്. അപ്പം നമ്മൾ അതിനകത്തൊരു 4 അടി എടുത്താൽ പിന്നെ 2 അടിയാണ് ഇതിനകത്ത് എൻട്രിക്കുള്ള സ്ഥലം. 2 അടിയുടെ ഗ്യാപ്പേ വരത്തുള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അതിനനുസരിച്ച് ചെറുതാവും. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ എത്രത്തോളം വലിപ്പം വരും, എത്ര വലിപ്പം നമുക്ക് അവിടെ എടുക്കാം. കാരണം 6 അടിയേ ഉള്ളൂ. ഒരു 3 അടി എന്ന് പറയുമ്പം 900 mm. അത് 900 mm 2 പേർക്ക് ഇരുന്ന് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പുറം ഇപ്പുറം ഇരുന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ വീതി കൂട്ടുക. അങ്ങനെ വീതി കൂട്ടിയാൽ ഇപ്പം ഇത് ഞാൻ ഇവിടെ ഈ തുടക്കത്തിൽ ഇടുന്ന രീതി, അതായത് ഈ ഭിത്തിയുടെ തുടക്കത്തിൽ ഇടുന്ന രീതിയിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വീതി കൂടുന്നതനുസരിച്ച് ഈ ഫ്രിഡ്ജിൻ്റെത് അകത്തോട്ട് പോകണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് കയറുന്ന ഭാഗം പ്രയാസമാകും. ഈ യൂണിറ്റുകൾ നമുക്ക് മാറ്റി ഈ ഫ്രിഡ്ജ് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇങ്ങനെ വരും. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനകത്ത് ഒരു കാര്യമുണ്ട്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വഴിയാണ് നമ്മൾ റെഫ്രിജറേറ്ററും എല്ലാം കൊണ്ടുവരേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പൊക്കി എടുത്ത് കൊണ്ടുവരാൻ പ്രയാസമായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ടാക്കുന്നതിന് മുമ്പേ ഫ്രിഡ്ജും കാര്യങ്ങളും എല്ലാം അകത്ത് കയറിയാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ. സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം കൊണ്ടുവരാൻ വേണ്ടി കിടന്ന് ബുദ്ധിമുട്ടും. ഇതിൻ്റെ മേളിൽ കൂടെയൊക്കെ പൊക്കി എടുത്തൊക്കെ വേണം കൊണ്ടുവരാൻ. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് നിസ്സാര കാര്യമാണ്. എന്നാൽ പോലും നമ്മളതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും. ഈ ഓരോ യൂണിറ്റിനകത്തും എന്തൊക്കെ ഉണ്ടെന്നുള്ളതിൻ്റെ വേറെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഫോട്ടോ സഹിതം ഡോക്ടറിന് അയച്ചു തരാം. ഇതേപോലെ തന്നെ ഇവിടെ നമ്മുടെ പടത്തിനകത്ത് ഈ മൈക്രോവേവ് വയ്ക്കാനും അതേപോലെ തന്നെ വാട്ടർ പ്യൂരിഫയർ, ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന മൈക്രോവേവ്. നമുക്ക് ഈ വോളിൽ മൈക്രോവേവ് വെക്കാൻ വേണ്ടി തന്നെയുള്ള ബ്രാക്കറ്റുകളുണ്ട് സിമ്പിളായിട്ട്. അല്ലാതെ യൂണിറ്റ്സ് ഉണ്ട്. നമ്മുടെ ആദ്യത്തേതിനകത്ത് യൂട്ടിലിറ്റി യൂണിറ്റിനകത്ത് മൈക്രോവേവ് വെക്കാവുന്ന ഒരു സാധനമാണ് കൊടുത്തിരുന്നത്. അതല്ലാതെ ഇൻബിൽട്ട് ഓവൻ, ഇൻബിൽട്ട് ഗ്രില്ല് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ പാൻട്രി യൂണിറ്റ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഈ പാൻട്രി യൂണിറ്റ് ഈ സ്ഥലത്തിൽ നിന്ന് മാറ്റിയിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അന്നെടുത്ത സമയത്ത് പ്ലഗ് പോയിന്റുകൾ എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഡ്രെയിനേജിൻ്റെ പോയിന്റുകൾ ഇതിനനുസരിച്ചെല്ലാം നമ്മൾ ഇവിടെ പോയിന്റുകൾ ഇട്ടിട്ടുണ്ട്. ശരിക്കും ഈ പ്രോഡക്റ്റ് ഫൈനലൈസായി പ്രോഡക്റ്റ്, അതായത് ഞങ്ങളുടെ ഇതെങ്ങനെ
പാൻട്രി യൂണിറ്റ് ആണോ, ഏത് ടൈപ്പാണ് ഉള്ള പ്രോഡക്റ്റാണ് വേണ്ടത് എന്നുള്ളത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഇട്ട് കഴിഞ്ഞ് പിന്നെ ഇതുപോലെ നമ്മൾ ഡ്രോയിങ് കസ്റ്റമറിന് ഏതൊക്കെയാണ് ഇപ്പം ഇത് മിക്സിയുടെ പോയിന്റ്, ഇത് മൂവ് ചെയ്യേണ്ട പോയിന്റ്, റിമൂവ് ചെയ്യേണ്ട പോയിന്റ്, അതേപോലെ തന്നെ ടൈൽസിൻ്റെ ഇത് ഗ്രാനൈറ്റിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് മെഷർമെൻറ്റ്, ടൈൽസിൻ്റെ മെഷർമെൻറ്റ്, ഇങ്ങനെയുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ്ങും കൂടെ കസ്റ്റമറിന് കൊടുത്തിട്ട് ആ ഡ്രോയിങ് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. കാരണം ഈ യൂണിറ്റ് വന്നു കഴിയുമ്പം ഈ പോയിന്റുകൾ എവിടെയെങ്കിലും ഇപ്പോൾ ഗ്യാസ് പൈപ്പ് ലൈൻ കറക്റ്റ് ആ ക്യാബിനകത്ത് വന്നില്ലെങ്കിൽ നമുക്ക് പിന്നീട് 2 ക്യാബിൻ തുളയ്ക്കേണ്ടി വരും. അപ്പോൾ അത് വൃത്തികേടാവും. നമ്മളിപ്പോൾ എപ്പോഴും മെഷീൻ കട്ട് ചെയ്ത് വരുന്നൊരു സാധനം നമ്മൾ മാനുവലായിട്ട് ചെയ്യാൻ പോകുമ്പോൾ അതിനൊരു അഭംഗി വരും. അപ്പോൾ അതൊക്കെ വരാതെ നമ്മൾ ആ ഡ്രോയിങ്ങിൽ തന്നെ കറക്റ്റ് വരുത്തിയിട്ട് ആ ഡ്രോയിങ്ങിനെ ഫോളോ അപ്പ് ചെയ്ത് സൈറ്റ് കറക്റ്റ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. അപ്പം ഡോക്ടർ ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു ഫോണിൽ കൂടെ പറഞ്ഞാൽ എന്തോരം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അത് കാരണം ഡോക്ടർ 2-3 ദിവസം തിരക്കായിപ്പോയി, അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ ഉറങ്ങിയായിരുന്നു. ഒത്തിരി താമസിച്ചായിരുന്നു. ഒരു 3 ദിവസം രാത്രി 2:30-2:30 ആയിരുന്നു വന്ന് കിടന്നത്. അത് രാവിലെ എഴുന്നേറ്റ് വീണ്ടും പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കാരണം ഒരു ഉറങ്ങിപ്പോയി. ഇന്നലെ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ബാക്കി കുറച്ച് ജോലിയും കൂടെ ഉണ്ടായിരുന്നു, അത് ചെയ്യാനുള്ള കുഴപ്പമില്ല. അപ്പം ഇന്ന് ഫ്രീ ആണ്. ഇന്ന് വൈകുന്നേരം ശനിയാഴ്ച ദിവസം ആയതുകൊണ്ട് ഇന്നൊന്ന് ഒഴിവാക്കുക. ഞായറാഴ്ച ഡോക്ടറിന് എപ്പോഴാണോ ഫ്രീ എന്ന് പറയുന്നത് ഗൂഗിൾ മീറ്റിലോട്ട് വരാം, ഡീറ്റെയിൽഡ് ആയിട്ട് ആ പ്രോഡക്റ്റ്സ് എല്ലാം കാണിച്ചു തരാം. അതല്ലാതെ ഷോറൂമിൽ വരുന്നെങ്കിൽ ഷോറൂമിൽ വരാം. എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. ഡോക്ടർ മുൻകൂട്ടി പറയുകയാണെങ്കിൽ നമുക്ക് ഷോറൂമിലോട്ടിലും കാണാം. അതല്ല ഞാൻ സൈറ്റിൽ വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പറഞ്ഞാൽ മതി, സൈറ്റിലും വരാം. ഓക്കെ ഡോക്ടർ, താങ്ക് യു.